പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ടാഗ് ടീം ഡിവിഷനിലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലെവലുള്ള ടാഗ് ടീമുകളിൽ ഒന്നായ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് എന്ന മുൻ TNAയുടെ ടാഗ് ടീം ചാമ്പ്യന്മാരൊക്കെ ആയിട്ടുണ്ടായിരുന്ന ടീം WWE NXT ബ്രാൻഡിലേക്ക് വരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. USA നെറ്റ്വർക്കുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് CW നെറ്റ്വർക്കിന് കീഴിലേക്ക് ഒക്ടോബർ മാസത്തിലൂടെ NXT എന്ന വീക്കിലി എപ്പിസോഡ് മാറുന്നതിൽ NXTയുടെ ടാഗ് ടീം ഡിവിഷൻ്റെ ഒരു മുഖമായിട്ടാണ് ഈ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓൾറെഡി വെറ്ററൻ സ്റ്റാറ്റസ് ഉള്ള ഈ റെസ്ലേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ടാഗ് ടീം ഡിവിഷനിൽ പുതിയ ടാഗ് ടീമുകളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു പ്ലാനാണ് WWE ഉള്ളത്. അല്ലാതെ ഇവരെ വെച്ച് കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് WWE ക്രിയേറ്റീവ് ടീമിന് കൃത്യമായി അറിയാം. അപ്പോൾ NXTയിലേക്ക് കുറച്ച് ശ്രദ്ധ എത്തിക്കുക, CW നെറ്റ്വർക്കിലേക്ക് അവർ കൂടുമാറുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് കൊണ്ടുവരണം എന്നുള്ളത് നിർബന്ധമുള്ളത് കൊണ്ടാണ് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിനെ വലിയ കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ട് ഈ WWE NXT ബ്രാൻഡിൻ്റെ ഭാഗമാക്കുന്നത്. AEWയും WWEയും ഒരുമിച്ച് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിന് കോൺട്രാക്റ്റ് കൊടുത്തിരുന്നു. അതിൽ AEWനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ഡീല് WWE വെച്ചതുകൊണ്ട് തന്നെ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് WWEയുമായിട്ടുള്ള ഒരു ഡീൽ സൈൻ ചെയ്യുകയാണെന്നായിരുന്നു നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം CW നെറ്റ്വർക്കിൽ എയർ ചെയ്യാൻ പോകുന്ന ആദ്യ എപ്പിസോഡിലോ അല്ലെങ്കിൽ രണ്ടാമത്തെ എപ്പിസോഡിലോ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് WWEന് വേണ്ടി ഡെബ്യൂ ചെയ്യും എന്നുള്ളതും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് മുൻ WWEൻ്റെ ടാഗ് ടീം ചാമ്പ്യനും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനുമൊക്കെ ആയിരുന്ന മാറ്റ് റിഡലിൻ്റെ WWE തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. തിരിച്ചുവരാൻ അദ്ദേഹം തയ്യാറാണെന്നുള്ളത് മാറ്റ് റിഡൽ തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നു. ഇൻ്റർവ്യൂവിൽ റിഡിൽ പറയുന്നത് CM പങ്കിനോട് വരെ WWE പുറത്തു കൊടുത്തു. CM പങ്കിനെ വരെ WWE 10 വർഷങ്ങൾക്ക് ശേഷം തിരികെ കൊണ്ടുവന്നു. CM പങ്ക് WWE എതിരെ കേസ് കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അതെല്ലാം മറന്നുകൊണ്ട് പങ്കിനെ തിരികെ കൊണ്ടുവരാൻ WWE ഒരുക്കമായി. അതുകൊണ്ട് തന്നെ തൻ്റെ കാര്യത്തിലും വലിയ ഒരു അതിശയമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തന്നെയും തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇനി അഥവാ WWE തന്നെ തിരികെ കൊണ്ടുവരാനുള്ള രീതിയിൽ സംസാരിച്ചില്ല അല്ലെങ്കിൽ തന്നെ കൊണ്ടുവരാനുള്ള ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചില്ല എന്നുള്ളെങ്കിലും തനിക്ക് കുഴപ്പമില്ല, താൻ തൻ്റെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് റിഡിൽ പറയുന്നത്. പക്ഷേ എവിടെയൊക്കെയോ തൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു സാധ്യതയും സൂചനയും ഉണ്ടെന്നുള്ളത് റിഡിൽ പറയുന്നുണ്ട്. അവർ തിരികെ വരാൻ വേണ്ടി തന്നോട് ആവശ്യപ്പെട്ടാൽ താൻ അപ്പോൾ തന്നെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തുകൊണ്ട് കമ്പനിയിലേക്ക് തിരികെ വരും എന്നുള്ളതും റിഡിൽ പറയുന്നുണ്ട്. അപ്പോൾ റിഡിൽ ഈ ഒരു വിളി കേൾക്കാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നുണ്ടായിരിക്കുക. കാരണം റിലീസ് ചെയ്യപ്പെട്ടതിന് ശേഷം റിഡിലിൻ്റെ നോൺ കോമ്പറ്റീവ് ക്ലോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മറ്റൊരു റെസ്ലിംഗ് കമ്പനിയുമായി റിഡിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തേക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു റൂമറൊക്കെ തുടക്കത്തിലേ വന്നിരുന്നു. എന്നാൽ ഇതുവരെ ഒരു ടോപ്പ് റെസ്ലിംഗ് കമ്പനി, ഇപ്പോൾ TNA റെസ്ലിംഗ്, ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ്, അതുപോലെ തന്നെ AEW അങ്ങനെയുള്ള റെസ്ലിംഗ് കമ്പനിയുമായിട്ട് റിഡിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തില്ല. കാരണം WWEയിലേക്ക് വരാനും WWE ഒരു വർക്ക് ചെയ്യാനുമാണ് റിഡിൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അദ്ദേഹം തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ WWE ഒരു തിരിച്ചുവരവിൻ്റെ വിളി കാത്തിരിക്കുകയാണ് നിലവിൽ മാറ്റ് റിഡൽ. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്സ് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ അപ്ഡേറ്റ് ജോൺ മോക്സ്ലിയെ സംബന്ധിച്ചാണ്. ഇന്ന് നടന്ന AEWൻ്റെ ഡൈനാമൈറ്റ് വീക്കിലി എപ്പിസോഡിൽ ജോൺ മോക്സ്ലിയുടെ കൂടെയുള്ള പാക്ക്, ക്ലൗഡിയ കാസ്നോളിയൊക്കെ വന്നിട്ട് AEW എന്ന് പറയുന്ന കമ്പനി നശിച്ചു കൊണ്ടിരിക്കുകയാണ്, ബ്രയാൻ ഡാനിയൽസിനെ കൊണ്ട് ഈ കമ്പനിയെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കമ്പനിക്കെതിരെ ജോൺ മോക്സ്ലിയും ടീമും നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് ഡൈനാമൈറ്റിലൂടെ അവർ തുടക്കം കുറിക്കുന്നതായി കാണാൻ സാധിച്ചത്. കൂടാതെ ജോൺ മോക്സ്ലി വേഴ്സസ് ഡെർബി ആലിൻ തമ്മിലുള്ള 2 ആഴ്ചകൾ ശേഷം നടക്കാൻ പോകുന്ന ഡൈനാമൈറ്റിൻ്റെ ഗ്രാൻഡ് സ്ലാം എപ്പിസോഡിലേക്കുള്ള ഒരു മത്സരം കൂടി കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഡെർബി ആലിൻ്റെ AEW വേൾഡ് ടൈറ്റിൽ ഷോട്ടാണ് അവരൊരു സ്റ്റിപ്പുലേഷൻ പോലെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ജോൺ മോക്സ്ലി വിജയിക്കുകയാണെങ്കിൽ ബ്രയാൻ ഡാനിയൽസിൻ്റെ ചാമ്പ്യൻഷിപ്പിന് ജോൺ മോക്സ്ലി നമ്പർ 1 കണ്ടൻഡർ ആയിരിക്കും. ഇനി ഡെർബി ആലിനാണ് വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ നമ്പർ 1 കണ്ടൻഡർ പൊസിഷൻ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു മത്സരമാണ് ജോൺ മോക്സ്ലിയുടെ അടുത്ത മത്സരമായി ഗ്രാൻഡ് സ്ലാമിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്നത്. എന്തായാലും ജോൺ മോക്സ്ലി കമ്പനിക്കെതിരെ നിൽക്കുന്ന ഒരു റെസ്ലർ എന്നുള്ള ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റീൻസിൻ്റെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചാണ്. റോമൻ റീൻസിൻ്റെ WWEയുമായിട്ടുള്ള കോൺട്രാക്റ്റ് അടുത്ത വർഷം അവസാനിക്കാൻ പോകുകയാണ് എന്നുള്ളൊരു റൂമറാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനർത്ഥം റോമൻ റീൻസ് കമ്പനി വിടാൻ സാധ്യത ഉണ്ട് എന്നുള്ളതല്ല, അതായത് ഹോളിവുഡിലേക്ക് കൂടുമാറാൻ സാധ്യത ഉണ്ട് എന്നുള്ളതല്ല. റോമൻ റീൻസ് ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കാനും ആ ഒരു കോൺട്രാക്റ്റ് പുതുക്കുമ്പോൾ ഇപ്പോൾ റോമൻ റീൻസ് ആണ് ടോപ്പ് ലെവലിൽ ഒരു സാലറി വാഴിക്കുന്ന ഒരു റെസ്ലർ. അതിനേക്കാൾ ഉയർന്ന ഒരു തുക റോമൻ റീൻസിന് കിട്ടും. ആ റെക്കോർഡ് ഒരിക്കൽ കൂടി റോമൻ റീൻസിൻ്റെ പേരിൽ തന്നെ മാറ്റിക്കുറിക്കേണ്ടി വരും എന്നുള്ള ഒരു റൂമറാണ് നിലവിൽ കേൾക്കുന്നത്. എന്നാലും 2025 കൂടി
പല സൂപ്പർ താരങ്ങളുടെയും കോൺട്രാക്റ്റ് അവസാനിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൽ നമ്പർ 1 റോമൻ റെയിൻസിൻ്റേതാണ്. റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവ് നമുക്ക് ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. അത്തരത്തിലുള്ള അപ്ഡേറ്റുകളാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.